ഇന്ത്യയുമായി ഇനിയൊരു യുദ്ധമുണ്ടായാൽ തങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുമെന്ന ഭയത്തിൽ കഴിയുന്ന പാകിസ്ഥാനെ ഇപ്പോൾ ശരിക്കും ഞെട്ടിച്ചിരിക്കുന്നത് RSS സർസംഘചാലക് മോഹൻ ഭാഗവതിന്റെ ചില വാക്കുകളാണ്. ശത്രുവിനെ പൂർണ്ണമായും കീഴടക്കാനല്ല, മറിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന ആ രാജ്യത്തിന് മുന്നിൽ ഒത്തുതീർപ്പിന്റെ ഒരു അവസാന അവസരം കൂടി ഭാരതം വെച്ചു നീട്ടേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ഇത് ഇന്ത്യയുടെ ദൗർബല്യമായിട്ടല്ല, മറിച്ച് അടുത്ത 2 ദശാബ്ദങ്ങൾക്കുള്ളിൽ ലോകത്തെ കാൽക്കീഴിലാക്കാൻ കഴിവുള്ള ഒരു മഹാശക്തിയുടെ അന്തിമ ശാസനയായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിലാണ് മോഹൻ ഭാഗവത് രാജ്യത്തിന്റെ പാകിസ്ഥാൻ നയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. പാകിസ്ഥാനുമായി വാതിൽ അടയ്ക്കേണ്ടതില്ലെന്നും ചർച്ചകളാകാം എന്നുമുള്ള RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയുടെ മുൻ പ്രസ്താവനയെ അദ്ദേഹം പൂർണ്ണമായും പിന്തുണച്ചു. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾക്കൊപ്പമാണ് സംഘടന എന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഇന്ത്യ ഒരിക്കലും ഹിറ്റ്ലറെ പോലെ അല്ല പ്രവർത്തിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചു. ചർച്ചകളുടെ വാതിൽ തുറന്നിടുമ്പോഴും അനീതിയോടും പാകിസ്ഥാന്റെ ഭീകരവാദത്തോടും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്നും സർസംഘചാലക് അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചു. ദേശീയ സുരക്ഷയും ആത്മാഭിമാനവും അടിയറവ് വയ്ക്കാതെയുള്ള ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന ഈ ഒരു നിലപാടിനെ മുൻ കരസേനാ മേധാവി മനോജ് നരവാനെ ഉൾപ്പെടെയുള്ളവർ സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയെ പോലുള്ള ചില പ്രതിപക്ഷ നേതാക്കൾക്ക് ഇതിനോട് വലിയ വിയോജിപ്പാണ്. ഇന്ത്യ പാകിസ്ഥാനുള്ളിൽ കയറി നടത്തിയ ഉറി സർജിക്കൽ സ്ട്രൈക്കും ഓപ്പറേഷൻ സിന്ദൂറും ഒക്കെ വ്യാജമാണെന്ന് പാക് സൈന്യം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പറയുന്ന അതേ നുണകൾ ഏറ്റുപിടിച്ച് സ്വന്തം സർക്കാരിനെതിരെ തിരിയുന്നവരാണിവർ. US പ്രതിരോധ വിദഗ്ധർ പോലും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആഘാതം ശരിവെച്ചിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം താൻ ഇടപെട്ട് നിർത്തിയെന്ന ഡൊണാൾഡ് ട്രംപിന്റെ നുണവാദം ഇവിടുത്തെ പ്രതിപക്ഷം വലിയ ആയുധമാക്കാറുണ്ട്. എന്നാൽ ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യ പാകിസ്ഥാന്റെ 3.5 കോടി ജനങ്ങളെയും പ്രധാനമന്ത്രിയെയും ഇല്ലാതാക്കുമായിരുന്നു എന്ന ട്രംപിന്റെ വാചകത്തിന്റെ ബാക്കി ഭാഗം ഇവർ സൗകര്യപൂർവ്വം മറച്ചു പിടിക്കും. സത്യത്തിൽ പാകിസ്ഥാനെതിരെ തിരിച്ചടിച്ചാലും ഇവർക്ക് പ്രശ്നമാണ്, അവരുമായി അനുനയത്തിലായാലും ഇവർക്ക് പ്രശ്നമാണ്. ഇവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഇവർക്ക് പോലും അറിയില്ല. എന്തായാലും 2008 മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ പാകിസ്ഥാനെ ഒന്ന് തിരിച്ചടിച്ചോട്ടെ എന്ന് അമേരിക്കയുടെ അനുവാദം ചോദിച്ച് കെഞ്ചി നടന്ന ആ പഴയ ചരിത്രമുണ്ടല്ലോ, ആ ചരിത്രമൊന്നും നരേന്ദ്രമോദി സർക്കാരിനില്ല എന്ന് ഈ പ്രതിപക്ഷം ഓർക്കുന്നത് നന്നായിരിക്കും. സർസംഘചാലകിന്റെ ഈ വാക്കുകൾക്ക് പിന്നിലെ യഥാർത്ഥ തന്ത്രം ശത്രുവിനെ പോലും അമ്പരപ്പിക്കുന്ന ഒന്നാണ്. പാകിസ്ഥാനെ മുഴുവനായി കീഴടക്കി അവരെ ഉൾക്കൊള്ളിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു അഖണ്ഡഭാരതത്തിനെ കുറിച്ചല്ല അദ്ദേഹം ഇവിടെ പറയുന്നത്, മറിച്ച് പാക് അധീന കാശ്മീർ തിരിച്ചു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഒരു ദീർഘവീക്ഷണമാണ്. നിലവിൽ പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ അവിടുത്തെ പാക് ഭരണകൂടത്തിനെതിരെ വലിയ പ്രക്ഷോഭത്തിലാണെന്ന് അറിയാമല്ലോ. എന്നാൽ അവർ പൂർണ്ണമായും ഭാരതത്തിന് അനുകൂലമാണോ എന്നത് നമുക്ക് വ്യക്തമല്ല. നാളെ പാക് അധീന കാശ്മീർ നമ്മൾ പിടിച്ചെടുക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ പാക് സർക്കാരിനോടുള്ള കാലങ്ങളായിട്ടുള്ള അമർഷവും പരാതികളും അഥവാ ഗ്രീവിയൻസുകൾ ഇന്ത്യയുടെ കൂടെ ബാധ്യതയായിട്ട് മാറും. അതൊരു വലിയ അനാവശ്യ ബാധ്യതയാണ്, അനാവശ്യ ഭാരമാണ്. ആ ഭാരം ഒഴിവാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭാരതത്തിന്റെ സാംസ്കാരിക ചട്ടക്കൂടിലേക്ക് അവരെ ഉൾക്കൊള്ളിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ കാശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ് അവിടുത്തെ ജനങ്ങളെ എങ്ങനെയാണോ ഭാരതത്തിന്റെ ദേശീയ ധാരയിലേക്ക് സാംസ്കാരികമായി ലയിപ്പിച്ചത്, അതേ മാതൃക പാക് അധീന കാശ്മീരിലും നടപ്പാക്കാനുള്ള വ്യക്തമായിട്ടുള്ള നയതന്ത്രമാണ് RSS ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. വെറുമൊരു യുദ്ധത്തിലൂടെ ശത്രുവിനെ ഇല്ലാതാക്കുന്നതിന് പകരം അവരുടെ ആശയങ്ങളെ തോൽപ്പിച്ച് പൂർണ്ണമായും കീഴടക്കുന്നതാണ് ഭാരതത്തിന്റെ യഥാർത്ഥ വിജയം. ശത്രുവിന് ഒരു അവസരം കൂടി നൽകുമ്പോഴും ഇന്ത്യയുടെ ക്ഷമയെ ദൗർബല്യമായി കണ്ടാൽ പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഭൂപടത്തിൽ ഉണ്ടാകില്ല എന്ന താക്കീത് കൂടിയാണ് സർസംഘചാലക് നൽകിയിരിക്കുന്നത്. പുതിയ ഭാരതം പാക് അധീന കാശ്മീർ തിരിച്ചുപിടിക്കാൻ മാനസികമായി തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്.